ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ജാവയ്ക്ക് തൊട്ടു തെക്കായി ഓസ്ട്രേലിയൻ പ്രദേശത്ത് കിടക്കുന്ന അതിമനോഹരമായ ഒരു ദ്വീപാണ് ക്രിസ്മസ് ദ്വീപ്. ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടു കിടക്കുന്നതുകൊണ്ടും മനുഷ്യന്റെ പരിമിതമായ ഇടപെടലുകളും മൂലം ഒട്ടനവധി അപൂർവ സസ്യജന്തുജാലങ്ങൾ ഇവിടെ ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിശാസ്ത്രജ്ഞർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പഠന കേന്ദ്രം കൂടിയാണിവിടം. പ്രജനന കാലത്ത് ചുവന്ന ഞണ്ടുകൾ ഈ ദ്വീപ് കയ്യേറും. കോടിക്കണക്കിന് ചുവന്ന കരഞണ്ടുകൾ പ്രജനനത്തിനായി തീരത്തേക്ക് വരുന്ന ഒരു പ്രകൃതി വിസ്മയമാണിത്. എവിടെ നോക്കിയാലും ഞണ്ടുകൾ. റോഡിലും ബീച്ചിലും കരയിലും കടലിലും ഒക്കെ ഞണ്ടുകൾ തന്നെ. ക്രിസ്മസ് ദ്വീപിൽ മുഴുവൻ ഒരു ചുവന്ന പരവതാനി വിരിച്ചതുപോലെയാണ് ഞണ്ടുകളുടെ കുടിയേറ്റ കാലമായാൽ. കോടിക്കണക്കിന് ചുവന്ന കരഞ്ഞെണ്ടുകൾ പ്രജനനത്തിനായി തീരത്തേക്ക് വരുന്ന ഒരു പ്രകൃതി വിസ്മയമാണിത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇതുണ്ടാവുക. അത് കാരണം ഞണ്ടുകളുടെ ദ്വീപെന്നും ക്രിസ്മസ് ദ്വീപ് അറിയപ്പെടുന്നുണ്ട്. ഇന്തോനേഷ്യയുടെ തെക്കു പടിഞ്ഞാറായി ഇന്ത്യൻ മഹാസമുദ്രത്തിലായുള്ള ഓസ്ട്രേലിയയുടെ അതിർത്തി പ്രദേശമാണ് ക്രിസ്മസ് ദ്വീപ്. തണുപ്പുകാലത്തെ ആദ്യ മഴയ്ക്ക് ശേഷം ആൺഞണ്ടുകളാണ് മഴക്കാടുകളിൽ നിന്ന് തീരത്തേക്ക് യാത്ര പുറപ്പെടുന്നത്. കഠിനവും ദിവസങ്ങൾ നീണ്ട അപകടം നിറഞ്ഞതുമായ യാത്രയിൽ വഴിയിൽ വീണുകിടക്കുന്ന ഇലകളും പഴങ്ങളുമൊക്കെ ഭക്ഷിച്ചാണ് ലക്ഷ്യത്തിലെത്തുക. ഞണ്ടുകളുടെ യാത്ര സുഗമമാക്കാൻ ദ്വീപിലെ റോഡുകളിൽ പാലങ്ങളും തുരങ്കങ്ങളുമൊക്കെ അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ട്. തീരത്തെത്തിയാൽ പിന്നാലെ എത്തുന്ന പെൺഞണ്ടുകൾ ഇവർ കിണകളാകും. കടൽ തീരത്തെ പ്രജനനത്തിന് ശേഷം കടലിൽ കുളിച്ച് ആൺഞണ്ടുകൾ മടങ്ങും. പിന്നാലെ മുട്ടകൾ കടലിൽ ഒഴുക്കി പെൺഞണ്ടുകളും മഴക്കാടുകളിലേക്ക് മടങ്ങും. കടൽ ജലത്തിൽ വിരിഞ്ഞിറങ്ങുന്ന ഞണ്ടിൻ കുഞ്ഞുങ്ങൾ മറ്റ് ജലജീവികളെ അതിജീവിച്ച് തങ്ങൾക്കായി പ്രകൃതി ഒരുക്കിയ സ്വർഗദ്വീപിലേക്ക് ചേക്കേറും. കുഞ്ഞൻ ഞണ്ടുകളുടെ മഴക്കാടുകളിലേക്കുള്ള യാത്രയും സഞ്ചാരികൾക്ക് അത്ഭുതമാണ്. ഒരു കാലത്ത് 4.5 കോടിയോളം ചുവന്ന ഞണ്ടുകളെ ഇവിടെ കണ്ടെത്തിയിരുന്നു. ഇപ്പോഴത് പകുതിയോളമായി കുറഞ്ഞെന്നാണ് വിലയിരുത്തൽ. ഞണ്ടുകളുടെ പ്രജനനകാലമായാൽ ഇവയുടെ സഞ്ചാര മേഖലയിലെ റോഡുകൾ അടയ്ക്കുകയും ചെയ്യും. ഇവിടേക്ക് സഞ്ചാരികളുടെ തിരക്കേറുന്നതും ഈ സമയത്താണ്. വംശനാശ ഭീഷണി നേരിടുന്ന അബോട്ട്സ് ബൂബിയും ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ക്രിസ്മസ് ഐലൻഡ് ഫ്രിഗ്രേറ്റ് പക്ഷിയും കൂടുകൂട്ടുന്ന ഏക സ്ഥലമാണിത്. ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും മനുഷ്യന്റെ പരിമിതമായ ഇടപെടലുകളും മൂലം ഒട്ടനവധി അപൂർവ സസ്യജന്തുജാലങ്ങൾ ഇവിടെ ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർക്കും പ്രകൃതി ശാസ്ത്രജ്ഞർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പഠന കേന്ദ്രം കൂടിയാണിവിടം. ഇനിയൊരു ട്രെയിൻ യാത്രയാണ്. ആൽപ്സ് മലനിരകളിലൂടെ 300 കിലോമീറ്ററോളം വരുന്ന ആൽപ്സിന്റെ മുഴുവൻ മനോഹാരിതയും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്ന ഒരു ട്രെയിൻ യാത്ര. ഗ്ലേസിയർ എക്സ്പ്രസ് എന്നാണ് സ്വിറ്റ്സർലാൻഡിലെ ഈ ട്രെയിൻ സർവീസ് അറിയപ്പെടുന്നത്. തൂവെള്ള നിറമണിഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന കാടുകളും കൊടുമുടികളും ചുറ്റി ഒറ്റയാത്രയിൽ ആൽപ്സിന്റെ വശ്യത മുഴുവൻ കൺകുളിർക്കെ കണ്ടുവരാമെന്നതാണ് ഈ ട്രെയിൻ യാത്രയുടെ പ്രത്യേകത.
1898 ആൽപ്സ് പർവ്വതനിരകളിലേക്ക് ആദ്യമായി ട്രെയിൻ ഓടിത്തുടങ്ങിയത്. എന്നും സഞ്ചാരികളെ മോഹിപ്പിക്കുന്ന ആൽപ്സ് മലനിരകളിലൂടെ വിനോദസഞ്ചാരികൾക്കായി 1930 തുടങ്ങിയ ലക്ഷറി ട്രെയിനാണ് ഗ്ലേസിയർ എക്സ്പ്രസ്. വളരെ പെട്ടെന്ന് സഞ്ചാരികളുടെ എക്കാലത്തെയും ഇഷ്ടയാത്രകളിലൊന്നായി ഗ്ലേസിയർ എക്സ്പ്രസ് സ്ഥാനം പിടിച്ചു. അത്ര മനോഹരമാണ് ഈ യാത്ര നൽകുന്ന കാഴ്ചകൾ. തൂവെള്ള നിറം അണിഞ്ഞു നിൽക്കുന്ന കാടുകളും കൊടുമുടികളും ചുറ്റി ഒറ്റയാത്രയിൽ ആൽപ്സിന്റെ വശ്യമനോഹാരിത കൺകുളിർക്കെ കണ്ടുവരാമെന്നത് ഈ ട്രെയിനിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. സെർമാറ്റ് മുതൽ സെന്റ് മോറിറ്റസ് വരെയുള്ള 4 സെക്ഷനുകളിലൂടെ 291 പാലങ്ങളും 91 തുരങ്കങ്ങളും കടന്ന് സമുദ്രനിരപ്പിൽ നിന്നും 2033 മീറ്റർ വരെ ഒബറാൽപ്സ് പാസിന് മുകളിലേക്ക് കയറുമ്പോഴേക്കും ഗ്ലേസിയർ എക്സ്പ്രസ് ആൽപ്സിന്റെ മുഴുവൻ മനോഹാരിതയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാകും. കിലോമീറ്ററോളം വരുന്ന ഈ ഗ്ലേസിയർ എക്സ്പ്രസ് യാത്ര സഞ്ചാരികൾക്ക് ആയുസ്സിൽ മറക്കാനാവാത്ത ഒരനുഭവമാണ് സമ്മാനിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ എക്സ്പ്രസ് ട്രെയിൻ എന്നാണ് ഗ്ലേസിയർ എക്സ്പ്രസ് അറിയപ്പെടുന്നത്. ഇതൊരു 8 മണിക്കൂർ അനുഭവമാണ്. സാധാരണ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിവിശാലമായ ജനാലകളിലൂടെ ആൽപ്സിന്റെ വശ്യസൗന്ദര്യം ആസ്വദിക്കാം. കാഴ്ചകൾക്കൊപ്പം 3 സ്റ്റാർ ഭക്ഷണവുമുണ്ട്. ഹെഡ്ഫോണുകളിൽ നിന്നും കടന്നു പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേൾക്കാം. വർഷത്തിൽ എല്ലാ സമയത്തും സർവീസ് ഉണ്ടെങ്കിലും ശൈത്യകാലത്താണ് ഗ്ലേസിയർ എക്സ്പ്രസ് യാത്ര മനം കുളിർപ്പിക്കുന്നതാകുന്നത്. ഗ്ലാസിൽ പടം വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ നമുക്കിനി ചുറ്റിക കൊണ്ട് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് പടം വരയ്ക്കുന്ന ഒരാളെ പരിചയപ്പെടാം. സ്വിറ്റ്സർലാൻഡുകാരനാണ് സൈമൺ ബർഗർ എന്ന ഈ ഗ്ലാസ് ഹാമർ ആർട്ടിസ്റ്റ്. ഗ്ലാസിലെ പൊട്ടലുകൾ വെള്ള വരകൾ പോലെയാക്കി സൈമൺ ഉണ്ടാക്കുന്ന ഗ്ലാസ് ഹാമർ പോർട്രേറ്റ്സ് ഒറ്റ നോട്ടത്തിൽ ചിന്നിച്ചിതറിപ്പോയ ഗ്ലാസാണെന്ന് തോന്നും. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിലാണ് സൈമൺ ഈ ഗ്ലാസ് ഹാമർ പെയിന്റിംഗ് രീതി കൈവശമാക്കിയത്. ഗ്ലാസിലാണ് വര, ചുറ്റിക ഉപയോഗിച്ച്. സൈമൺ ബർഗർ പടം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. വളരെ ശ്രദ്ധാപൂർവം ഗ്ലാസിലെ പൊട്ടലുകൾ ആവശ്യത്തിന് മാത്രമാകുന്ന തരത്തിലാണ് ചുറ്റിക പ്രയോഗം. ഒരടി അല്പം ശക്തി കൂടിപ്പോയാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും സൈമണ്. ഏതാണ്ട് പെൻസിൽ പോർട്രേറ്റ്സ് പോലെയാണ് സൈമണിന്റെ ഗ്ലാസ് പോർട്രേറ്റ്സും.
ഗ്ലാസിൽ പൊട്ടലുകൾ ഉണ്ടാകുമ്പോഴുള്ള വെള്ള നിറമാണ് സൈമൺ കോൺട്രാസ്റ്റായി ഉപയോഗിക്കുന്നത്. വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ് ആക്കിയാണ് ഇദ്ദേഹം തന്റെ ഗ്ലാസ് പോർട്രേറ്റ്സ് റെഫറൻസായി ഉപയോഗിക്കുന്നത്. Ich habe auch gerne, wenn eine gewisse Abstraktion drin ist und zuerst mal hole ich einfach halb mal mit recht viel Kraft mal eins drauf und dann lässt das mal alles über das ganze Glas, gibt so ein Spinnelnetz und das gefällt mir eigentlich gut. Sobald das Glas mal geschwächt ist, kannst du eigentlich relativ kontrollieren. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിലാണ് സൈമൺ ഈ ഗ്ലാസ് ഹാമർ പെയിന്റിംഗ് രീതിയിൽ കൈയടക്കം ആർജിച്ചത്. ചുറ്റിക കൊണ്ട് ഗ്ലാസ്സിലടിക്കുന്ന ഓരോ അടിക്കും എത്ര ശക്തി വേണമെന്ന കണക്കു വേണം. പൊട്ടലുകൾ കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് പോർട്രേറ്റിന്റെ ഭംഗി കുറയ്ക്കും. ലാമിനേറ്റ് ചെയ്ത സേഫ്റ്റി ഗ്ലാസാണ് സൈമൺ തന്റെ ചിത്രങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഇത് മറ്റ് ഗ്ലാസുകൾ പോലെ പൊട്ടിച്ചിതറിപ്പോകില്ലെങ്കിലും ശ്രദ്ധ കുറഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. Sehr viel Bruch, aber doch, zwischen kommt alles gut. Das ist immer schön und es ist auch schön, wenn die Leute Freude haben, weil sie jetzt etwas gefunden oder etwas mal gesehen, was nicht in jedem Ecke siehst. ഗ്ലാസ് പോർട്രേറ്റ് പെട്ടെന്ന് കാഴ്ചക്കാർക്ക് മനസ്സിലായി എന്ന് വരില്ല. ഒരു നിശ്ചിത ദൂരത്തിൽ നിന്നാണ് ശരിക്കുമുള്ള മിഴിവോടെ ഇത് ദൃശ്യമാകുന്നത്. ഗ്ലാസിലെ പൊട്ടലുകളുടെ ആഴത്തിലാണ് കാര്യം. പൊട്ടലുകളുടെ ആഴം കൂടുമ്പോൾ അത് വെള്ള നിറമായി മാറുന്നു. വെള്ള വരകൾ പോലെ ദൃശ്യമാകുന്ന ചെറിയ പൊട്ടലുകളാണ് സൈമൺ ഡീറ്റെയിലിംഗിനായി ഉപയോഗിക്കുന്നത്. കാഴ്ചകളുടെ ലോകത്തിൽ ഇനിയൊരു ഇടവേള. മാസ്കിലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാസ്കുമായി എത്തിയിരിക്കുകയാണ് ഇസ്രായേലിലെ ഒരു ജ്വല്ലറി. 18 കാരറ്റ് സ്വർണത്തിൽ വെള്ളയും കറുപ്പും നിറത്തിലുള്ള 3600 വജ്രക്കല്ലുകൾ പതിപ്പിച്ച ഒരു മാസ്ക്. മാസ്കുകൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. വസ്ത്രങ്ങളിലേതുപോലെ തന്നെ ദിനംപ്രതി പുതിയ ഭാവത്തിൽ രൂപത്തിൽ പുത്തൻ ട്രെൻഡുകൾ ഉണ്ടാകുന്നുണ്ട് മാസ്കുകളിലും. സ്വാഭാവികമായും സ്വർണവും വൈരക്കല്ലുകളുമൊക്കെ മാസ്കിലും സ്ഥാനം പിടിച്ചു. ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാസ്ക് നിർമ്മിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ യുഎൽ എന്ന ഡയമണ്ട് കമ്പനി. പതിനെട്ട് കാരറ്റ് സ്വർണത്തിൽ വെള്ളയും കറുപ്പും നിറത്തിലുള്ള 3600 വജ്രക്കല്ലുകൾ പതിപ്പിച്ചാണ് ഈ അത്യപൂർവ മാസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. വില ഏകദേശം $1.5 മില്യൺ വരുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് 11 കോടി ഇന്ത്യൻ രൂപ. നിലവിൽ ലോകത്തിതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വില കൂടിയ കോവിഡ് പ്രതിരോധ മാസ്ക് ആണ് ഇത്.
ഒരു ഉപഭോക്താവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ജുവലറി അധികൃതർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാസ്ക് ആയിരിക്കണമെന്നും ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും 2 നിർദ്ദേശങ്ങളാണ് മാസ്ക് നിർമ്മാണത്തിനായി ജുവലറിയെ സമീപിച്ച ഉപഭോക്താവ് മുന്നോട്ട് വെച്ചതെന്ന് യൽ കമ്പനിയുടെ ഉടമസ്ഥനായ ലെവി വെളിപ്പെടുത്തുന്നു. എന്നാൽ മാസ്ക് ഓർഡർ ചെയ്ത ചൈനീസ് അമേരിക്കൻ ഉപഭോക്താവിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഫ്ലോറിഡയിലെ യെൽപാം ബീച്ചിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് മാസ്ക്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ലോസ് ഏഞ്ചൽസിലുള്ള ഉടമയ്ക്ക് ഇത് കൈമാറും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപ്പുപാടമാണ് ബൊളീവിയയിലെ സലാർ ഡി ഉയിനി. 10,000 ചതുരശ്ര കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഇവിടം മഴ പെയ്താൽ ഒരു വലിയ കണ്ണാടി പോലെയാണ്. ആകാശവും ഭൂമിയും ഒന്നായി അതിരുകൾ തിരിച്ചറിയാനാവാത്ത കാഴ്ച സഞ്ചാരികൾക്ക് ഇവിടം പ്രിയപ്പെട്ടതാക്കുന്നു. ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ എല്ലാ കാലവും സ്ഥാനം പിടിക്കാറുണ്ട് ഈ ഉപ്പുപാടം. നോക്കത്താ ദൂരത്തോളം കണ്ണാടി പോലെ പരന്നുകിടക്കുന്ന സ്ഥലം. ആകാശവും ഭൂമിയും ഒന്നായി പോയ പോലെ യാഥാർത്ഥ്യമാണോ എന്ന് സംശയം തോന്നിപ്പോകാവുന്നത്ര സൗന്ദര്യമുള്ള കാഴ്ച. ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ 10-ൽ എപ്പോഴും ഉണ്ടാകും ഈ പ്രകൃതിദത്ത ഉപ്പുപാടം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ഉപ്പുപാടമായ ബൊളീവിയയിലെ സലാർ ഡി ഉയൂനിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആൻഡീസ് മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 12,000 അടി ഉയരത്തിലാണ് മലകളാൽ ചുറ്റപ്പെട്ട ഈ ഉപ്പുപാടം സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണം 10,000 ചതുരശ്ര കിലോമീറ്ററിന് മുകളിൽ വരും. കാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മിൻചിൻ എന്ന തടാകം പറ്റിയാണ് ഈ ഉപ്പുപാടം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. തന്റെ ഭർത്താവിനാൽ വഞ്ചിക്കപ്പെട്ട പർവ്വതദേവിയായ ടുനൂപ്പയുടെ കണ്ണീരിൽ നിന്നും മുലപ്പാലിൽ നിന്നുമാണ് ഈ ഉപ്പുപാടം ഉണ്ടായതെന്ന് തദ്ദേശവാസികളുടെ ഇടയിൽ ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. പ്രതിവർഷം 30,000-ഓളം ടൺ ഉപ്പ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കപ്പെടുന്ന ലിഥിയത്തിന്റെ വൻ ശേഖരവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലെ ഈ മനോഹര സ്ഥലം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നേർത്ത മഞ്ഞുപോലത്തെ ഉപ്പുപാളികളാണിവിടെ. മഴ പെയ്താൽ വെള്ളത്തിൽ ആകാശവും ഭൂമിയും ഒന്നായി പ്രതിഫലിച്ച് അതിരുകൾ തിരിച്ചറിയാനാകാത്ത അവസ്ഥയുണ്ടാകും. തൂമഞ്ഞു പോലുള്ള ഉപ്പും അത് പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചവും ചേർന്ന് ഇവിടെ നമ്മുടെ കണ്ണുകൾ പലപ്പോഴും കബളിപ്പിക്കപ്പെടുന്നു. ദൂരെയുള്ള വസ്തുക്കൾ അടുത്തും അടുത്തുള്ള വസ്തുക്കൾ ദൂരെയുമായി തോന്നിപ്പിക്കും. ഇവിടുത്തെ ഏറ്റവും മനോഹര സൂര്യാസ്തമയങ്ങൾ മഴക്കാലത്താണ്. ഫൈസർ വാക്സിൻ ഉടൻ വിതരണം തുടങ്ങുമെന്നാണ് വാർത്ത.
-70 ഡിഗ്രി സെൽഷ്യസാണ് ഈ വാക്സിൻ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ട താപനില. കോടിക്കണക്കിന് വാക്സിനുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഇത്രയും താഴ്ന്ന താപനില എങ്ങനെ നിലനിർത്താനാകുമെന്ന ചോദ്യത്തിന് ഫൈസർ ഉത്തരം നൽകുന്നത് തെർമൽ ബോക്സ് എന്നാണ്. GPS സെൻസർ വരെ ഘടിപ്പിച്ചിട്ടുള്ള വൈദ്യുതി വേണ്ടാത്ത ഈ തെർമൽ ബോക്സ് എങ്ങനെയാണ് ഇത്രയും താഴ്ന്ന താപനില നിലനിർത്തുന്നതെന്ന് നോക്കാം. മഹാമാരിയായി കോവിഡ് വന്നിട്ട് 1 വർഷം പിന്നിടുമ്പോഴേക്കും ആശ്വാസമായി വാക്സിനുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയായ ഫൈസറും ജർമ്മൻ കമ്പനിയായ ബയോടെക്കും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഫൈസർ വാക്സിന് ബ്രിട്ടൻ, കാനഡ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവ അംഗീകാരം നൽകിക്കഴിഞ്ഞു. വാക്സിനുകൾ എല്ലായ്പ്പോഴും താഴ്ന്ന താപനിലയിലാണ് സൂക്ഷിക്കാറ്. പക്ഷേ ഫൈസർ വാക്സിന് അതിത്തിരി കൂടുതലാണ്. ഫൈസർ വാക്സിൻ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ട താപനില -70 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റു വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി വാക്സിനുകൾ അയക്കുന്നതിനും അവ സംഭരിക്കുന്നതിനും പ്രത്യേക ഫീസറുകളില്ലാത്ത ക്ലിനിക്കുകൾക്കുമായി ഫൈസർ ഒരു തെർമൽ ഷിപ്പറാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഫൈസർ വാക്സിൻ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ട താപനില -70 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫൈസർ ഈ വെല്ലുവിളി നേരിടുന്നത് തെർമൽ ഷിപ്പർ എന്ന് വിളിക്കുന്ന ഈ ബോക്സുകൾ ഉപയോഗിച്ചാണ്. ഇത് ഡ്രൈ ഐസ് കൊണ്ട് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു. ഡ്രൈ ഐസ് പാക്കുകൾക്ക് ഇടയിലാണ് വാക്സിൻ സൂക്ഷിക്കുക. ഒരു ട്രേയിൽ 1000 ഡോസുകൾക്കുള്ള വാക്സിൻ ഉണ്ടാകും. ഇങ്ങനെ 5 ട്രേകൾ ഈ ബോക്സിൽ വയ്ക്കാനാകും. 10 ദിവസം വരെ ഈ ബോക്സിൽ വാക്സിൻ കേടുകൂടാതെ ഇരിക്കും. ഡ്രൈ ഐസ് ഇൻസുലേഷൻ കൂട്ടിയാൽ 30 ദിവസം വരെ വാക്സിൻ ഇതിൽ സൂക്ഷിക്കാം. ഓരോ ബോക്സിലും GPS സെൻസർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി വാക്സിൻ സ്വീകരിക്കുന്നവരിലെത്തുന്നതുവരെ ബോക്സിന്റെ താപനില തൃപ്തികരമാണോ എന്ന് നിരീക്ഷിക്കാനാകും. പുതിയ കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.